ഹായ് ഗായ്സ്, നമ്മള് സെക്കൻഡ് ട്രിപ്പ് തുടങ്ങുകയാണ്. വീണ്ടും പഴയ ഡ്രൈവർ തന്നെ, ചളിയൻ തന്നെ. ഇന്ന് പുതിയൊരു ക്ലീനറിനെ കിട്ടിയിട്ടുണ്ട്. ഒരു വ്ളോഗില് അല്ല, പക്കാ ക്ലീനറാണ്. ഇന്ന് പെർഫെക്റ്റ് ക്ലീനർ ആയിട്ടാണ് മച്ചാമാര്. ഇത് രാവിലെ തന്നെ വണ്ടിയെ ഒന്ന് മറ്റേ പെട്രോൾ തീർന്ന പോലെ കളിച്ച്, പക്ഷെ ചളി അതിന്റെ ടെക്നിക്കൊക്കെ അറിയുന്നോണ്ട് പുഷ് ചെയ്ത് സ്റ്റാർട്ടാക്കി. അപ്പൊ എണ്ണ അടിക്കാൻ വന്നിരിക്കുകയാണ്. ബാക്കി എണ്ണ നമ്മൾ മൈസൂരിൽ നിന്നല്ല, കർണാടകത്തിൽ നിന്ന് അടിക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഗൈസ്, നമുക്ക് മൈസൂർ എത്തുന്നതിന് മുന്നേ ഉള്ള കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ടേക്ക് നീങ്ങാം. ഓക്കെ ഗൈസ്, നമ്മൾ പോകുന്ന വഴിക്ക് ആ പോകുന്ന മാരുതി ഉണ്ടോ, അതിന്റെ വാതിൽ അറിഞ്ഞില്ല, അതിനകത്ത് കുറെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അത് നമുക്ക് എങ്ങനെയെങ്കിലും ഉടനെ തന്നെ അവരെ മനസ്സിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കണം. കാരണം നമ്മൾ മറ്റേ ഇതൊക്കെ പഠിക്കാൻ പോകാനുള്ളത്, സോഷ്യൽ വർക്കിംഗ് ഒക്കെ. ഇതാ ചളിയാൻ വെച്ച് പിടിക്കുന്നുണ്ട്. ചളിയാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ. അയ്യോ, രക്ഷിക്കാൻ പോയിട്ട് വണ്ടിക്ക് ഇടിച്ച് അവനെ കൊല്ലല്ല ചളി. ഇത് രക്ഷിക്കുന്നത് കാണിക്കണം ഇതിനകത്ത്. അതിന്റെ ഇടയിൽ നമുക്ക് നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു വലിയ ഫ്ലെക്സ് കാണിച്ചുതരാം. ചേലൂരത്തെ ടീമുകൾ വെച്ച ഫ്ലെക്സ് ആണ് ഇത്. അപ്പൊ നമുക്ക് അവരിപ്പൊ തന്നെ പിടിക്കും. നമ്മൾ ഓണൊക്കെ അടിച്ചു വിടുന്നുണ്ട്. അത് പൊക്കോട്ടെ, ഒരു ബൂമറാണോ ജീവൻ. ഡോർ അടച്ചിട്ടില്ല, ബാക്ക് ഒരു ബ്ലോഗിലുള്ള സൗണ്ട് സ്പേസ് ചെയ്യുമോ. അങ്ങനെ നമ്മള് നാഗർഹോള ടൈഗർ റിസർവിലേക്ക് കടന്നിരിക്കുകയാണ്. പുലി അതാ പുലിയാന്ന് വിചാരിച്ച് അണ്ണൻ വണ്ടിയൊക്കെ ചവിട്ടതാ. അയ്യോ, ഹമ്പായിരുന്നത്. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ ജിയോടാണ്. ഞങ്ങൾ വയനാട്ടിൽ നിന്ന് വരുന്ന ലോഡ് വണ്ടിക്കാർക്ക് ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഹില്ലി റോഡും പാച്ച് വർക്കും ചെയ്യുമേ. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് പോവാനായിട്ട് പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാല്, ഒരു സിറ്റുവേഷൻ ഞാൻ പറയാം. ചളി നേരത്തെ പറഞ്ഞ സിറ്റുവേഷനാ. ഒരു പുലി അവിടുന്ന് ഓടി വരുവാണെന്ന് DK അണ്ണ നിങ്ങൾ വിചാരിക്കും. ആ സമയത്ത് ഈ റോഡ് എങ്ങനെ നമ്മൾ സ്പീഡിൽ പോകും? ഹൗ ക്യാൻ വി ഡു ദാറ്റ്? ഒരു വലിയൊരു ചോദ്യമാണ് നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ സ്വീകരിക്കുമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആനപ്പന്തയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് മറ്റേ കാട്ടാനകള്, മല്ലുള്ള കാട്ടാനകളെ പിടിച്ച് കൊണ്ടുവന്ന് മെരുക്കി എടുത്ത്, മറ്റേ കുങ്കിയാനകളെ കൊണ്ടുവന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് മെരുക്കി എടുക്കുന്നൊരു സ്ഥലമാണിത്. ഈ കാണുന്നത് നമ്മൾ സൂം ചെയ്ത് കാണിച്ചില്ല. അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ കുറച്ച് ഫോറസ്റ്റുകാരുണ്ട്. വീഡിയോ എടുക്കുന്നുണ്ട്, ചിലപ്പോൾ പ്രശ്നമാവും. കാത്തി വെക്കണോ? ഇതാ ആ കാണുന്നതാണ് ആനപ്പന്ത. ഇതാ ആനക്കുഞ്ഞുങ്ങളെ, വെള്ളാന. ആനേന്റെ ഒരു സ്റ്റാച്ചു നമുക്കിവിടെ കാണാം. ഈ കാണുന്ന ഒരു ആന സ്റ്റാച്ചു ആണ്. അതിന്റെ ബാക്കിലാണ് ആനകൾ ഉണ്ടാവുക. ഇന്നിപ്പോ കാണുന്നില്ല. ഇവിടെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് ആന മരിച്ചു പോയി കഴിഞ്ഞാൽ അതിനെ അടക്കുന്ന സ്ഥലങ്ങളാണ് ആ കാണുന്നതൊക്കെ. പിന്നെ അത് കഴിഞ്ഞു പോയി. എന്തായാലും നമുക്ക് അടുത്ത വട്ടം വരുമ്പോഴത്തേക്കും ആന ഉണ്ടാവും, നമുക്ക് പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കളെ, നമ്മൾ പോകുന്ന യാത്രക്കിടയിലാണ് നമ്മളൊരു വലിയ സത്യം മനസ്സിലാക്കിയത്. നമ്മുടെ കൂടെ നമ്മുടെ ഡ്രൈവർ, നമ്മുടെ സ്വന്തം അതുൽ ചളി, നല്ലൊരു ഗായകനാണ്. അപ്പൊ നമുക്ക് ആ പാട്ടിലേക്ക് ഒന്ന് കടന്നാലോ? എന്തൊക്കെയാ ചളി, ഒരു ഗാനം ആലപിക്കൂ പ്ലീസ്. കാറ്റൊരു കൗതുകം കൊണ്ടാവള്ളിയിലൊന്നു തട്ടു, രണ്ടാം നാളത്തെ ജീവനമുക്കവരെന്നെ വന്നു കട്ടു, ഇരുട്ടിന്റെ കൂട്ടി കൊണ്ടേയിട്ടു. അത് ഒരു അപശ്രുതിയായിട്ട് കോ ഡ്രൈവർ വന്നിട്ടുണ്ട്. എന്താണ് അതാന്ന് തോന്നുന്ന കൊമ്പ് മുട്ടിയ. അയ്യോ, കൊമ്പ് മുട്ടിയ. സോറി, കൊമ്പുണ്ട്.
കൊമ്പ് മുട്ടിയ ആന തന്നെയാണ്. കൊമ്പുമുട്ടിയ ആന, അതെ elephant അതെ is a- അതെ കൊമ്പ് മുട്ടിയ ആന. elephant. അതെ 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 അതെ. ഇതാ This is a ആൾക്കാരൊക്കെ elephant നിർത്തിയിട്ട് for ഈ ആന തന്നെയാണ് ആന. ആന തന്നെ ഈ ആന. ആന തന്നെ ഈ ആന. ആടാടേ, ആടാടാടാടേ. ഏയ് ആടമ്മേ ആടമ്മേ കാവിലെ വല്യമ്മേ. ആടിക്കളിക്കുമ്പോഴേ മാർമുടി കെട്ടുമ്പോഴേ ആടിക്കളിക്കുമ്പോഴേ. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മള് ഒരുപാട് കൃഷികളൊക്കെയുള്ള ഒരു സ്ഥലത്ത് കൂടി യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മൾ കേരളക്കാരുണ്ട്, ഒരു അറിവിൽ കുറേ പേര് തന്നെ ഇവിടെ വന്നിട്ട് കൃഷി ചെയ്യുന്നവരുണ്ട്. പിന്നെ ഇവിടുത്തെ ആളുകളെ വീടൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ, വളരെ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെയാണ്. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് നമ്മളെ പോലെ വലിയ ആഡംബര വീടുകൾ വേണമെന്നോ അങ്ങനെയൊന്നും ഇല്ല. ഇവർക്കെന്ന് വെച്ചാൽ വളരെ അത് കാണിക്കരുത്. ഒന്ന് രണ്ട് വീടൊക്കെ വലുതുണ്ടാവും. ഇവർക്ക് അന്നന്ന് കിട്ടുന്ന പൈസക്ക് അന്നന്ന് ജീവിക്കുന്ന. ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്, ഒരു കുടുംബത്തിന് സഞ്ചരിക്കാൻ കാറ് വേണ്ട, ഒരു ബൈക്കിൽ 5-6 വേണം, ഹെൽമെറ്റ് പോലും വേണ്ട. എന്ത് സുഖമുള്ള സംസ്ഥാനം നോക്കി. പിന്നെ ഈ വീടുകൾ അതാ ഞാൻ പറഞ്ഞത്, ഇവരൊക്കെ എന്ന് വെച്ചാൽ വളരെ ചെലവ് ചുരുക്കി അന്നുള്ള സന്തോഷങ്ങൾക്ക് അന്നുള്ള സന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രം അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഡാമ്പ് നിങ്ങൾ എനിക്ക് കാണിക്കുന്ന കിട്ടുമോന്ന് എനിക്കറിയില്ല. അത് ദൂരെ പരന്ന് കിടക്കുന്നതാണ് നമ്മളെ ബീച്ചിനഹള്ളി ഡാം. ആ ബീച്ചിനഹള്ളി ഞാൻ തന്നെ തോന്നുന്നു എനിക്ക് ഇപ്പൊ തന്നെ അതിന്റെ ഒരു വ്യൂ കൂടെ നമുക്ക് കിട്ടുമായിരിക്കും. അതാ 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 അങ്ങ് പരന്ന് കിടക്കുന്ന ഒരു മൈതാനം കണ്ടോ? അത് മൈതാനം അല്ല, അത് ഡാമാണ്. ചുമന്ന വാഗമര ചുവട്ടിലൂടെ വാഗമരത്തിന്റെ പാട്ട് പാടി. സോറി ബൈ ബൈ ബൈ. സുഹൃത്തുക്കളെ, ഇതൊരു മലയാളികളുടെ കടയാണ്. നമ്മളിവിടെ ചായ കുടിക്കാൻ നിർത്തിയേക്കാണ്. കണ്ണപ്പനും ചളിയുണ്ട്. ചളി അതാ ദൂരെ ഇരിക്കുന്നത്. കണ്ണപ്പനും എന്തോ മെസ്സേജ് അയക്കുന്ന തിരക്കിലാണ്. ഇതാണ് നമ്മളെ കട വരുന്നത്. നമ്മളിവിടെ ചായ കുടിക്കാൻ നിർത്തിയേക്കാം, കുടിച്ച് കഴിഞ്ഞിട്ട് കാണാതെ. ഇതാണ് ഹോട്ടൽ ടേസ്റ്റി, നമ്മളെ മലയാളികളുടെ ഹോട്ടലാണ്. KSRTC ബസ് നിർത്തി കുടിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ പരമാവധി എല്ലാവരും വരുമ്പോൾ ഇവിടെ നിന്ന് തന്നെ കഴിക്കാൻ ശ്രമിക്കണം. എന്നെ പണ്ട് പഠിപ്പിച്ചൊരു സാറിൻ്റെ കടയായിട്ട് ഇത്. ഇതൊരു കാനനപ്പാതയല്ല, ഒരു അത്യാവശ്യം സെറ്റപ്പായിട്ടുള്ള ഒരു പാതയിലൂടെയാണ് ഒരു അംബാസിഡർ ഉണ്ട്. ഇവിടുത്തെ ബെൻസാന്നാണ് ചളി പറഞ്ഞത്. അതെ അതെ, അണ്ണന്മാർ ഓട്ടോറിക്ഷ പോകുന്നു. സുഹൃത്തുക്കളെ, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? അമ്പലങ്ങൾ ഇതിന് നടുക്കുണ്ടാവും. ആ അമ്പലത്തിന് ഒരു ഇത് പറ്റാണ്ട് റോഡ് തന്നെ 2 വഴിയിലൂടെ എടുത്തു. ഏതാ ആ കാണുന്നതാണ് അമ്പലം. ഈ അമ്പലത്തിനൊന്നും പറ്റാതിരിക്കാൻ അങ്ങനെ 2 റോഡ് അവിടെ ഇവിടെ ആയിട്ട് ഇവര് വെറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. അയ്യോ, അത് ബസ് സ്റ്റാൻഡ് ആയിരുന്നില്ല. അതന്നെ ഞാവൽ. ആമാ മൈസൂർ പോയിട്ടിരിക്കെ. അത് ലോഡ് എടുക്കാൻ കുറച്ച് ഞാവൽപ്പഴവും മാങ്ങയൊക്കെ മേടിച്ച് ചെന്ന് അടിപൊളിയായിട്ട് പോകണ്ടേ. അങ്ങനെ സെറ്റപ്പായി അയച്ചിട്ടുണ്ട്. 150 ഇല്ല, ഒരുമിച്ച് പോടറേ 150 150. കുറച്ച് മാങ്ങ തിന്നണമെന്നൊരു തോന്നൽ വന്നപ്പോ പക്ഷെ മാങ്ങ, ഞാവൽപ്പഴം കൂടെ അതിലെങ്ങനെയുണ്ട് ഞാവൽപ്പഴം? വലിയ ഞാവൽപ്പഴം അല്ലേ, നമ്മളെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും പക്ഷെ മധുരമുണ്ട്. നാട്ടിൽ കിട്ടുന്നതിനേക്കാളും മുന്തിരി പോലത്തെ നല്ല മധുരമുണ്ട്. ഇതെന്ത് മസാലയാണ് അപ്പാ? ഉപ്പും മുളകും അത് മാത്രമല്ലേ ഉള്ളൂ. രസമില്ലേ? മറ്റേ ചാമുണ്ടി നീ ഇറങ്ങി നടക്കോ? എന്നിട്ടോ അതിന്റെ ഒരു വീഡിയോ ആ ഇന്നോവ പോകുന്ന വഴി കേട്ടോ കളി. ഇപ്പൊ കുറച്ച് വണ്ടികൾ വരുന്നില്ലേ? ആ
MCM. ഇതിനകത്ത് MC കൊണ്ടുവന്ന് റെയിൽവേ ട്രാക്ക്. ഇപ്പൊ ഒരു ട്രെയിനിലെ വരും. നമ്മള് സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇത് നമ്മളെ പിക്കപ്പ് ഇതാ കണ്ണപ്പൻ ക്ലീനർ അത് ഇറക്കി എടുത്തു. ആ ഓക്കെ അണ്ണാ ആയി. നമ്മളെ സ്വന്തം അണ്ണനാണ്. സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നു. അവിടെ ചളി വരുന്നു. തിരിച്ച് അതേ സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ എത്തിയപ്പോൾ ആണ് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുന്നത്. ഈ വട്ടം നമ്മൾ കഴിഞ്ഞ വട്ടത്തെ പോലെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കാതെ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് കൊണ്ടുവന്നു. കാരണം ഇവിടെയൊക്കെ ഫുഡിന് ഭയങ്കര പൈസയാണ്. നമ്മൾ വന്നാൽ പിന്നെ ചോറ് കഴിച്ചു. സൈറ്റിലത്തെ ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പൊ പിന്നെ നമ്മൾ വിചാരിച്ചു എന്തായാലും ഇവിടെ എത്തിയതല്ലേ ഫുഡ് കഴിച്ചേക്കണം. എന്താ കണ്ണപ്പ എന്താ അതില് എന്തൊക്കെയാ ഉള്ളതെന്നൊന്ന് പറ. മുട്ട വറുത്തതുണ്ട്, ചമ്മന്തി ഉണ്ട്, പയറ് തോരൻ, ചോറ്, ഇത് ക്യാബേജ് തോരനും പിന്നെ ചമ്മന്തിയും. അതിന് സെയിം തന്നെ. ഓക്കെ നമ്മൾ പറഞ്ഞില്ലേ അവിടെ ആ ബായി തിരുവനന്തപുരം പണിയെടുത്തു. സംഭവം എനിക്ക് പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലായില്ല. അച്ഛൻ അത്യാവശ്യം ഹിന്ദിയിൽ സെറ്റപ്പ്. അത് നീ ഇങ്ങനെ ഹിന്ദി പഠിച്ചേ? പണ്ട് നമുക്കറിയാലോ. അതെ എല്ലുമനെ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ നമ്മൾ പെട്ടുപോയായിരുന്നു. ഈ വട്ടം നിനക്ക് പിന്നെ ഹിന്ദി കുറച്ച് പോലത്തെ പുള്ളി എന്തൊക്കെയാ പറഞ്ഞേ? പുള്ളി മറ്റേ ഇവരെ വേറെ ഒരു തിരുവനന്തപുരത്തുണ്ട്. കേരളത്തിലാകെ പുള്ളി തിരുവനന്തപുരത്താണ്. ഇവിടെ വേറൊരു ഭയണ്ട് ഷൊർണൂർ പണിയെടുത്ത്. അല്ലെ ഈ ആ ക്യാമറ ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ അവിടുന്ന് വീഡിയോ എടുക്കാത്തത്? പുള്ളി പറഞ്ഞ ക്യാമറയിൽ ഇവരെ മേഡം കാണുന്നുണ്ട്. അങ്ങനെയല്ലേ പറഞ്ഞേ? വീഡിയോ അവർക്ക് കുഴപ്പമില്ല, മാഡത്തിന് ചെറിയൊരു വിഷയം അതില്ലേ. നമ്മളാ വർക്കിംഗ് എടുക്കായിരുന്നു. ആ സത്യം കേട്ടോ. പക്ഷെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഭായി അറിയാണ്ട് എടുത്തിട്ടുണ്ട്. ലോഡ് കയറ്റാനുള്ള പരിപാടികളാണ്. ഈ സാധനം ഇങ്ങനെ എടുത്ത് മേലെ വെച്ചിട്ടാണ് നമ്മൾ ലോഡ് പാക്കാക്കി കയറ്റുന്നത്. അതാ ചളി. ഇത് ആദ്യം ഇതുപോലെ ഇങ്ങനെ ഉറപ്പിക്കാൻ വെക്കും. ഉറപ്പിച്ചാൻ വെച്ചതിന് ശേഷമാണ് ഇതിങ്ങനെ ഉറച്ച് കഴിയുമ്പോൾ ആ വെള്ളത്തിന് അവിടെ കൊണ്ട് വെച്ചിട്ട് അത് ഉണക്കും. അങ്ങനെ അത് ടെമ്പറാക്കി ടൈറ്റ് ആക്കി എടുക്കും. ശരിക്കും വെച്ചാൽ ഇതൊരു പൈപ്പ്, PVC പൈപ്പില്ലേ, അതിൻ്റെ റൗണ്ടിലാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത്. നമ്മളെ വണ്ടിയിലെ ലോഡൊക്കെ നമ്മൾ കയറ്റി ഇനി നേരെ വയനാട്ടിലേക്ക്. സുഹൃത്തുക്കളെ ലോഡൊക്കെ കയറ്റി നമ്മൾ തിരിച്ചു പോവാണ്. ലോഡ് വെച്ചിട്ട് നമ്മൾ അത്യാവശ്യം നല്ലൊരു സ്പീഡിലാണ് പോകുന്നത്. കാരണം ഹാൻഡ് പോസ്റ്റ് അടക്കുന്നതിന് മുന്നേ നമുക്ക് അവിടെ എത്തണം. കറക്റ്റ് മാപ്പൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇച്ചിരി പ്രഷറോട് കൂടിയാണ് ഡ്രൈവർ ഓടിക്കുന്നത്. നല്ല പ്രഷർ ഉണ്ട് ഡ്രൈവർക്ക്. കണ്ടപ്പോൾ പരിപാടി തുടങ്ങി. നമ്മള് അടുത്തൊരു സ്ട്രീറ്റ് ലൈറ്റ് അല്ല സ്റ്റോപ്പ് ലൈറ്റ് കാണുന്നുണ്ട്. ദൂരെ നിന്നു യാത്രയിലാണ് നമ്മളുള്ളത്. 6 മണിക്ക് ആൻപോസ്റ്റ് ക്ലോസ് ആവും. ഇപ്പൊ കറക്റ്റ് 5:22 സമയം. ആ സമയത്ത് നമ്മൾ അണ്ണൻ കത്തിച്ച് പറന്ന് പോവുകയാണ്. കണ്ണാടി ഇട്ട ഒരണ്ണൻ മൂടാക്കുന്നുണ്ട് അവിടെ. നമ്മളെത്തും എത്തൂലേ അതില് എത്തും. എത്തിയില്ലെങ്കിൽ നമുക്കൊരു സെക്കൻഡ് പ്ലാൻ ഉണ്ട്. അതിന് എത്തിയില്ലെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ. അതിന് മുന്നേ പറയുന്ന ഒരു കാര്യമില്ലല്ലോ. എടാ നിനക്കെന്തോ ഹിഡൻ ടാലന്റ് ഉണ്ട് എന്ന് പറഞ്ഞില്ലായിരുന്നോ? ഇങ്ങനെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഹാൻഡ് പോസ്റ്റ് ശക്തമായി തന്നെ പോരിട്ട് നേരിട്ട് പോരാടി നമ്മുടെ സ്വന്തം അതുൽ നല്ല ഡ്രൈവിംഗ് സ്കിൽസ് മൊത്തം എടുത്ത് ഇതാ ബില്ല് മൊത്തം സ്കിൽസും എടുത്തിട്ട് നമ്മളെ ഹാൻഡ് പോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ടെൻഷൻ അടിക്കാനൊന്നുമില്ല. 6 മണിക്ക് 5:30 ആയപ്പോഴത്തേക്കും നമ്മള്
ഹാൻഡ് പോസ്റ്റ് ഏകദേശം ക്രോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നമ്മൾ ആനപ്പന്തയത്തിൽ അവിടേക്ക് എത്താനായി. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് നിങ്ങൾക്ക് ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. ഈ ആനേനെയൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മേയിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മളെ അകത്തേക്ക് കയറ്റിയിട്ടുണ്ടാവും. ആനേനെ കെട്ടിയിടുന്ന സ്ഥലത്തേക്ക് കയറ്റിയിട്ടുണ്ടാവും, തൊഴുത്ത് കയറ്റിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ആനപ്പന്തയത്തിൽ കയറ്റിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അവിടുന്ന് ആനേനെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ഒരു വെറൈറ്റി കാഴ്ചയായിരിക്കും. പിന്നെ നമുക്ക് പോകുന്നതൊക്കെ ഫോറസ്റ്റിലൊക്കെ ഒന്ന് നോക്കി നോക്കാം. കണ്ടോ, വലിയ നീണ്ടു കിടക്കുന്ന ഫോറസ്റ്റുകളാണ് അങ്ങോട്ടേക്കൊക്കെ ഉള്ളത്. ചിലപ്പോ ഫോറസ്റ്റ് പിടിക്കും കേട്ടോ. ഞാൻ അത്ര നിങ്ങൾ ആലോചിക്കണം, അത്ര ഹൈ മൈല് ഇതാ മൈല് അത്ര ഹൈ റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ ക്യാമറ പിടിക്കുന്നത്. കാരണം കഴിഞ്ഞ വട്ടം നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരു സ്റ്റോറി പറഞ്ഞുതരാം. ഞാൻ മുന്നേ ഒരു ദിവസം ഇതിലിങ്ങനെ ഒരു 2-3 വർഷം മുന്നേ തോന്നുന്നത് കാറിൽ ഇങ്ങനെ പോയിരുന്നു. അപ്പോൾ കുറേ ആനേനെയും മാനിനെയൊക്കെ കണ്ട് അങ്ങനെ ഇതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് ഇങ്ങനെ പോകുമ്പോൾ നമ്മളെ മുന്നിൽ ഇരുന്ന ഡ്രൈവർ ജോബി ചേട്ടായിരുന്നത്. പുള്ളിക്കാരൻ പറഞ്ഞു ബാക്കിൽ നല്ലൊരു ജീപ്പ് വരുന്നുണ്ട്, അതിൻ്റെ വീഡിയോ ഒന്ന് എടുക്കുന്നത്. അങ്ങനെ ഞാൻ ബാക്കിൽ വീഡിയോ എടുക്കുന്നതായിരുന്നു. ആ സ്പോട്ടിലുണ്ട് നമ്മൾ കറക്റ്റ് ആൻപോസ്റ്റ് എത്തിയപ്പോൾ തന്നെ ഒരു പോലീസുകാരൻ എന്നെ തലയ്ക്ക് ഒരു തട്ടി വന്നിട്ട് ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. നമുക്കുണ്ടോ മനസ്സിലാവുന്നു ഇത് എന്തിനാ തട്ടിപ്പറിച്ചതെന്ന്. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയി നോക്കിയപ്പോഴത്തേന് ഇവന്മാർ ഫോണും എടുത്തിട്ട് ഡോറങ്ങ് ലോക്ക് ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ഇവന്മാർ വിടുവോ? ഞാൻ കെഞ്ചി അവസാനം എന്നെ കൊണ്ട് അറിയാവുന്ന ഇംഗ്ലീഷ് അല്ല ഞാൻ പറഞ്ഞു. ഇവന്മാർക്ക് ഇംഗ്ലീഷ് പോലും അറിയില്ല അവർക്ക്. ലാസ്റ്റ് ഇവന്മാർ എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു ഡീലുണ്ട്, പേപ്പറിൽ എഴുതിയിട്ടാണെങ്കിൽ 2000 രൂപ, പേപ്പറിൽ എഴുതാണ്ടാണെങ്കിൽ 200 രൂപ, വിത്ത് ബിൽ 2000, വിത്തൗട്ട് ബിൽ 200 എന്ന്. ഞാൻ പറഞ്ഞ് സാർ 200 എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കയ്യിലുള്ള 200 രൂപയും കൊടുത്തിട്ട് ഞാൻ ഫോണിങ് മേടിച്ചിട്ട് വന്നു. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, അത്രയ്ക്കും ഒരു ഹൈ റിസ്കിലൂടെയാണ് ഞാൻ ഇത് ഷൂട്ട് ചെയ്തിട്ട് വരുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ പോയി പെട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ നിയമം എന്താണെന്ന് വെച്ചാൽ വണ്ടി നിർത്തിയിട്ട് വീഡിയോ എടുക്കരുതെന്നാണ് മെയിനായിട്ടുള്ള നിയമം. വണ്ടി റണ്ണിങ്ങിൽ വീഡിയോ എടുത്താൽ പ്രശ്നമാണ്, പക്ഷെ നിങ്ങൾ അവിടെ എത്തുമ്പോൾ മാക്സിമം വീഡിയോസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി അവരെ മുന്നിൽ കൂടെ പോകാനായിട്ട് പരമാവധി ശ്രമിക്കണം. അതെന്ന് പറഞ്ഞോടുക, ഇതെന്ന് പറ റൈഡ് സേഫ് ആൻഡ് ഓക്കെ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഗൈസ്. നമ്മുടെ ഈ ഹമ്പില്ലെങ്കിൽ സംഭവം പക്കയായിട്ട് പോയല്ലേ. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി എന്താക്കി എത്തി. നമ്മൾ ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. വീഡിയോ കയറ്റാൻ പണിയെടുക്കുന്ന എന്തെങ്കിലും വേണ്ടേ? ഡിസ്ചാർജിങ് ആണ് നമ്മൾ